എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മൾ കോളിഫ്ലവർ എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ആയതുകൊണ്ടായിരിക്കും അതിനകത്തൊരു കേട് കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിതിനെ ഫ്രൈ ആക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ പാഴിപ്പോയ ഭാഗങ്ങളെല്ലാം നമ്മളെടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇതിനകത്ത് വല്ല കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അപ്പം ബാറ്റർ തയ്യാറാക്കാനായിട്ട് കുറച്ച് മൈദയും കുറച്ച് കടലമാവും ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. വളരെ ലൂസായി പോകരുത്, എങ്കിൽ ഈ കോളിഫ്ലവറിൽ പിടിക്കില്ല. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി വെന്ത ഈ കോളിഫ്ലവർ എടുത്ത് ഒട്ടും വെള്ളമയം ഇല്ലാതെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിനകത്തിട്ട് കുറേശ്ശെയായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് വലിയ പണിയൊന്നും അല്ല. അപ്പം നമ്മളങ്ങനെ മൂപ്പിച്ചെടുത്ത ഈ കോളിഫ്ലവറിലേക്ക് ഒരു ഭംഗിക്കായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ മൂപ്പിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പക്ഷേ നമ്മളിൽ ടൊമാറ്റോ സോസ് ഇല്ലാതെ പോയി. അതുകൊണ്ട് നമ്മൾ ഒരു സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് കണക്ക് വീടുകളിൽ കൃഷിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് കറി വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പം ഈ കോളിഫ്ലവർ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആരെങ്കിലും വന്നാലും ഒരു 4 മണി പലഹാരം പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.